ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അയാളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ, ഇത് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അള്ളാഹ് നമ്മൾ സഹായിക്കും. ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ അള്ളാഹിൻ്റെ സഹായം ആവശ്യമുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടാനുള്ളൊരു വഴിയാണ്, ഒരു സബബാണ് നമ്മുടെ സഹോദരനെ, മുസ്ലിമായ ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ആലോചിച്ചാൽ നമ്മളെ സ്വഭാവമൊക്കെ മാറും അല്ലേ. നമ്മൾ നിസ്സാരമായി ചെയ്യാവുന്ന പല കാര്യങ്ങൾ പോലും പിശുക്കുന്നവരാണ്. ഇപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നൊരു മെസ്സേജ് വന്നു, വിശ്വസ്തമായ സോഴ്സിൽ നിന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഗാംഭീര്യത്തിൻ്റെ വക്കാറിൻ്റെ ഭാഗമായി ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഞാനിപ്പോൾ ഇത് ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടാൽ ഞാൻ തന്നെ ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടിയ പോലെ ആവുമോ, എൻ്റെ ഒരു സ്റ്റാറ്റസിന് അത് ചേർന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് വെക്കുക, അല്ലെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയ വേറെ എവിടെയൊക്കെ അത് പ്രചരിപ്പിക്കാൻ പറ്റുമോ അത് പ്രചരിപ്പിക്കുക. അത് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ, നിയമപരമായിട്ടോ മറ്റ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ വേറെ വിഷയം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താണ് തടസ്സം? അതുപോലെ ഒരാൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയുക, നേരിട്ട് പോയി ഒരാളെ ഫോൺ ചെയ്തിട്ടോ നേരിട്ട് കണ്ടിട്ടോ ഒരു സാധുവിന് വേണ്ടി ശുപാർശ പറയുക, അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്ഥാനം കുറഞ്ഞു പോകും എന്നാണ് ശൈത്താൻ നമ്മളോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുമായിരുന്നു. ആ ഷഫാഅത്ത് തള്ളപ്പെടുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൂസാക്കുന്നില്ല. അല്ല, ഒരു അറിയപ്പെട്ട സംഭവം, ബരീറ എന്ന് പറയുന്ന അടിമ സ്ത്രീ, മുഗീസ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവ്, രണ്ടുപേരും സ്വഹാബത്താണ്. അപ്പോൾ ഈ ബരീറ അടിമയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമയാണ്. അവരെ വിവാഹം ചെയ്ത സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ് മുഗീസ് എന്ന് പറയുന്ന സ്വഹാബി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ മോചിപ്പിച്ചു. അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിമക്ക് തീരുമാനിക്കാം അവരുടെ അടിമത്തത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന വിവാഹബന്ധം തുടരണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അവർ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുഗീസ് എന്ന് പറയുന്ന ഈ ഭർത്താവിന് അവരോട് വളരെ സ്നേഹമാണ്, ഒഴിവാക്കാൻ താല്പര്യമില്ല. അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ശുപാർശ പറഞ്ഞു. അപ്പോൾ ഈ സഹാബി സ്ത്രീ ചോദിച്ചു, നിങ്ങൾ നോക്കണം അവരുടെ ഒരു ഇസ്തിസ്ലാം അല്ലെ, ഒരു ഇഷ്ടമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് എത്ര പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, താങ്കളുടെ കൽപ്പനയാണോ അതോ ഷഫാഅത്താണോ? കൽപ്പനയാണെങ്കിൽ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഷഫാഅത്താണ്, ശുപാർശയാണ്, നബി എന്നുള്ള നിലക്കുള്ള കൽപ്പനയല്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ആ ബന്ധം പിരിഞ്ഞുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് തള്ളപ്പെട്ടു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല കുറവും സംഭവിച്ചു? ഇല്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൂടാ? അതിൻ്റെ ഒരു ഫലമാണ് വല്ലാഹു ഫി ഔനി അൽ അബ്ദ്. അള്ളാഹു നമ്മെ സഹായിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഒരാളിത് പ്രതീക്ഷിച്ചിട്ട് സഹായിക്കുകയാണ്. അടിസ്ഥാന ഉദ്ദേശം അള്ളാഹിൻ്റെ വജ്ഹ് ആണ്, പരലോകമാണ്. അതിൻ്റെ കൂടെ എനിക്കും ദുനിയാവിൽ അള്ളാഹിൻ്റെ സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രതിഫലം കുറയുകയില്ല.